ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, ജീരകം, മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, കറിവേപ്പില, മല്ലിയില, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പച്ചമുളക്, വെളുത്തുള്ളി, സവാള. ബ്രിഞ്ചാൾ എടുത്തിട്ട് ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ട് അതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയൊക്കെ അതിനകവും പുറവും അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് പിടിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഉപ്പും മുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവോള, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടണേ, ശരിക്കൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഓൾറെഡി വഴറ്റിയതായതുകൊണ്ട് ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ടേക്കാം. സവോള വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബ്രിഞ്ചാളിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മസാലയ്ക്ക് ഒരു ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ വഴറ്റി വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ മലയാളീസ് വഴുതനങ്ങ വെക്കുന്ന പോലെ അല്ല ഇത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അതിനുശേഷം കറിവേപ്പില കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബ്രിഞ്ചാൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. കുറച്ച് മതി.
ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇട്ടാൽ മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രിഞ്ചാൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.